ഹായ്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ മഴ വരാനുമ്പോഴും ഞങ്ങളുടെ കുളത്തിൽ വെള്ളം കയറുന്നതായിരുന്നു. കാരണം അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അക്കരെ ഇക്കരെ ഇങ്ങനെ നീന്താനും പിന്നെ സ്കൂളിൽ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ തെറിപ്പിച്ച് പിന്നെ അന്നത്തെ സ്കൂളെന്ന് പറയുന്നത് ഇങ്ങനെ ഫുൾ അടച്ച് കെട്ടിയതൊന്നും അല്ലല്ലോ. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഊത്താനടിക്കുക എന്ന് പറയുക, ഇതൊക്കെ അടിക്കുമ്പോഴേനും അന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഞങ്ങൾക്ക് ഓടി നടന്ന് അതിലെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ നമ്മുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. മഴ ഇന്നത്തെ കുട്ടികൾക്കെന്ന് പറയുന്ന മഴ എന്ന് പറയുന്നത് അവധിയാണ്. അപ്പോൾ അത് അവർക്കൊരു സന്തോഷം. അപ്പോൾ എന്തായാലും ഇത്തവണ മഴ ഇത്തിരി പണി മുടക്കിയിരിക്കുകയാണ്. എന്താണോ എന്തോ വരുമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഒരു ബ്രെഡും ഗ്രീൻ പീസ് കറിയും നമുക്ക് ഉണ്ടാക്കിയാലോ. ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് സമാധാനത്തോടെ കഴിച്ചിരുന്ന ഏക ഒരു ഫുഡായിരുന്നു ഇത് കേട്ടോ. ഗ്രീൻ പീസിന് ഇത്ര വലിയ രുചിയൊന്നും ഇല്ലെങ്കിൽ പോലും എന്നാലും അപ്പം നമ്മൾ തലേദിവസം കുതിർത്ത് വെച്ച ഗ്രീൻ പീസിലേക്ക് സവോള, പൊട്ടറ്റോ, ക്യാരറ്റ്, പിന്നെ ബീൻസും കോളിഫ്ലവറും ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. ഉപ്പും പച്ചമുളക് മാത്രമാണ് എരിവിന് ഇടുന്നത്. അതും കൂടെ ഇട്ട് നന്നായിട്ട് വേവിച്ചുടയ്ക്കുക. അതിലേക്ക് തേങ്ങയിൽ പെരിഞ്ചീരകവും ക്യാഷ്യൂ, പിന്നെ ഞാൻ ഒരു ഇച്ചിരി ഗരം മസാല പൊടിയാണ് ഇടുന്നത്. ഹോൾ സ്പൈസ് ആയിട്ടുണ്ടെങ്കിൽ അതും ഇടാം. വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇത് ചേർത്ത് പച്ചമണം മാറ്റിയതിന് ശേഷം പച്ചവെളിച്ചെണ്ണയും കറിവേപ്പില മാത്രമാണ് ഞാൻ ഇടാറ്. അത് വേണമെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി മൂപ്പിച്ചിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ ചിക്കൻ സ്റ്റൂ ഒക്കെ വയ്ക്കുമല്ലേ എന്ന് പറയുന്നത് പോലെ. പിന്നെ ബ്രെഡ് ഇങ്ങനെ അപ്പച്ചെമ്പിലോ അല്ലെങ്കിൽ ഇഡലിത്തട്ടിലൊക്കെ ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ നല്ല പതുപതാ പഞ്ഞ് പോലെ ഇരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.